ഹായ് ഫ്രണ്ട്സ്, ഗ്രാമവാസിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഒരു അക്കൗണ്ടിൽ നമുക്കൊരു മെസ്സേജ് വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നതിന് മുമ്പായിട്ട് അതിന് അവർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ മാറ്റർ, അതിലടങ്ങിയിരിക്കുന്ന മാറ്റർ നമ്മൾ അവരെന്താണ് ഡിലീറ്റ് ചെയ്തത്, അതിൻ്റെ മാറ്റർ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ചും ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അത് ഡിലീറ്റഡ് മെസ്സേജ് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതിന് നമ്മളിന്നൊരു ഒരു ആപ്ലിക്കേഷൻ, അത് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതിന് ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നമുക്ക് ഒരു ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക്, മറ്റൊരു ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് നമുക്കൊരു മെസ്സേജ് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ മെസ്സേജ് ഇപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒരു മെസ്സേജും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പ്രസ് ദ ബെൽ ഐക്കൺ എന്നും കൂടി നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഈ മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് പറയുന്നത്, ഈ മെസ്സേജ് എന്തായിരുന്നു നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നൊരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണം. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്കൊരു മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ കാണുന്നതിന് മുമ്പായിട്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നമുക്കൊരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിലോട്ട് പോവാം. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് അതിൽ പ്ലേ സ്റ്റോറിൽ നോട്ടി സേവ്, ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ടി സേവ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോട്ടി സേവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോട്ടി സേവ് എന്ന് പറഞ്ഞിട്ട് ഈ ഐക്കൺ വെച്ചിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഒരു 4 MB ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും. അതിനൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ സേവ് നോട്ടിഫിക്കേഷൻ, ഇൻകമിങ് നോട്ടിഫിക്കേഷൻ ആൻഡ് മെസ്സേജ് വിൽ ബി സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിനൊന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തതിലോട്ട് പോവുക. കീപ്പ് യുവർ നോട്ടി ബാർ ക്ലീൻ, അതിനൊന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തതിലോട്ട് പോവുക. അപ്പോൾ അലോ ആക്സസ് ടു നോട്ടിഫിക്കേഷൻസ്, അലോ കൊടുക്കുക. അപ്പോൾ നോട്ടി സേവ് ഓപ്പൺ ആയിട്ടുള്ളത് കാണാം. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇവിടെ നോട്ടി സേവ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അലോ കൊടുക്കുക. അതിനുശേഷം പുറകിലേക്ക് വരിക. പുറകിലേക്ക് വന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മറ്റേ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലോട്ട് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷനകത്ത്. വാട്സപ്പിൽ തന്നെയാണ് നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷനിലെ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മെസ്സേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ സെൻഡ് ചെയ്ത ഫോണിൽ നിന്ന് തന്നെ ആ മെസ്സേജ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്.
ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു മെസ്സേജ് വിട്ടത്, താങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് വിട്ടത്. അപ്പോൾ അതിനുശേഷം ആ മെസ്സേജ് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത സമയത്ത് ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുകളിലായിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടെ നമുക്ക് ആ മെസ്സേജ് ഒന്ന് ട്രൈ ചെയ്യാം. ഒരു മെസ്സേജ് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജാണ് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അത് ഒന്നിട്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മെസ്സേജ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ വാട്സപ്പിൽ കയറി നോക്കുക, വാട്സപ്പ് അക്കൗണ്ടിൽ നമ്മൾ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അസ് എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായിട്ട് ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് അതിൽ കാണിക്കും. പക്ഷേ ഇതിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ മെസ്സേജ് എന്താണെന്നും അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് വാട്സപ്പ് അക്കൗണ്ടിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാം ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നോട്ടീസ് സേവിലോട്ട് പോവുക. നോട്ടീസ് സേവിലോട്ട് കയറിയതിന് ശേഷം ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് അതിന് മുമ്പ് അയച്ച ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് തന്നെ അതിൽ മാറ്റർ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്താണ് അയച്ചത്, ആ മാറ്റർ എന്താണ്, ഡിലീറ്റ് ചെയ്ത മാറ്റർ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ മെസ്സേജ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ചെയ്തതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിലോട്ടൊന്ന് തന്നെ തിരിച്ചു പോവാം. വാട്സപ്പിലോട്ട് തിരിച്ചു പോയതിന് ശേഷം നമുക്ക് നോക്കാം. ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ പരിചയപ്പെട്ട ആപ്ലിക്കേഷൻ നമുക്ക് ഉപകാരപ്പെടുത്തുമെന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കണ്ടതിന് ശേഷം റിവ്യൂസ് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയ ആശയങ്ങളുമായിട്ട് അടുത്ത തവണ കാണും വരേക്കും രാമാസിൽ നിന്ന് നിതീഷ് സൈനിങ് ഓഫ്.